സോ ഗുഡ് ഈവനിങ്. ഇന്നലെ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ഫറാണ്. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായി കോസ്റ്റ് പ്രൈസിനും സെൻഡ് ചെയ്യാം, ഇൻവോയ്സ് പ്രൈസിനും സെൻഡ് ചെയ്യാം. സോ കോസ്റ്റ് പ്രൈസാണ് നമ്മൾ ഇന്നലെ ചെയ്തത്. സോ ഇന്ന് നമ്മൾ ഇതാണ് പഠിക്കുന്നത്. ഇതാണ് ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട്സിൽ കുട്ടിയൊക്കെ ഇത്തിരി ബുദ്ധിമുട്ട് എന്നൊക്കെ പറയുന്നൊരു സംഭവം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇറ്റ്സ് ഇൻവോയ്സ് പ്രൈസ്. ഓക്കെ, സിമ്പിൾ. ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കുക. ഓരോ പോയിൻറ്റും ഞാൻ പറഞ്ഞാൽ സ്ട്രെസ് ചെയ്ത് പറയും, ഇതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന്. അപ്പോൾ നിങ്ങളതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ജസ്റ്റ് റഫായിട്ട് നോട്ട് ചെയ്യുക. ദെൻ ഇറ്റ്സ് ഗോയിങ് ടു ബി ഈസി. ശ്രദ്ധിച്ചോ. വി ഹാവ് ടു ഡിപ്പാർട്ട്മെൻറ്റ് എ. ഞാൻ ആ കോൺസെപ്റ്റാണ് പറയാൻ ട്രൈ ചെയ്യുന്നത്. ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ബി. ഓക്കെ, വെറുതെ ഇക്വേഷൻ പഠിച്ചിട്ട് ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും. സോ ലെറ്റ് സി വാട്ട് ഇസ് ഇറ്റ്. സോ ഡിപ്പാർട്ട്മെൻറ്റ് എ സെൻഡ് ഗുഡ്സ് ടു ഡിപ്പാർട്ട്മെൻറ്റ് ബി. ഡിപ്പാർട്ട്മെൻറ്റ് എ ഐ വിൽ കോൾ സെൻഡിങ്. ഞാൻ വിളിക്കണ്ട, ബിക്കോസ് സെൻഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ആണ് സെൻഡിങ് ഡിപ്പാർട്ട്മെൻറ്റ്. സോ ഇറ്റ് ഇസ് സെൻഡിങ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ദിസ് ഇസ് റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ്. സംശയമില്ലല്ലോ, സെൻഡിങ് റിസീവ്. ഫോർ എക്സാമ്പിൾ, ഇയാൾ അയച്ച ഗുഡ്സിൻ്റെ കോസ്റ്റ് 900 ആണ് കോസ്റ്റ്. ബട്ട് അയാൾ എന്ത് ചെയ്തു, അതിൻ്റെ കൂടെ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ 100 ആഡ് ചെയ്തിട്ട് 1000 റുപ്പീസിൻ്റെ ഗുഡ്സാണ് ഇവിടത്തേക്ക് സെൻഡ് ചെയ്തത്. സോ ബീൻ്റെ അടുത്ത് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് എൻ്റെ ബി ഗുഡ്സ് 1000 റുപ്പീസ് വിത്ത് ബി. ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ സംഭവം അറിയാം, നമുക്ക് മനസ്സിലായി, വലിയ പ്രശ്നമില്ല. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ ആയിരത്തിൽ ഏതായിരത്തിൽ? ബീൻ്റെ അടുത്തുള്ള 1000. റിപ്പീറ്റിംഗ്. എ അയച്ച 1000 രൂപയുടെ സ്റ്റോക്കിൽ, ബീൻ്റെ അടുത്തുള്ള സ്റ്റോക്കിൽ എൻ്റെ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് ഉണ്ടല്ലോ, ഉണ്ട്, 100 രൂപയുണ്ട്. അത് ആഡ് ചെയ്തിട്ട് അയച്ച്. റിപ്പീറ്റിംഗ്, പ്ലീസ് മേക്ക് എ നോട്ട്. ശ്രദ്ധിച്ചു കേട്ടോ. ബിക്ക് അയച്ച ഗുഡ്സിൽ ബിയുടെ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് ഉണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ 1000 800 രൂപയുടെ ഗുഡ്സ് ഓൾറെഡി സോൾഡ്, വിറ്റു. അപ്പം ഞാൻ ഇയർ എൻഡിൽ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്ത ഗുഡ്സിൽ ബാക്കി എത്ര ഉണ്ടാവും? 200. ഇത് വലിയ കാര്യമായിട്ടല്ലേ. 1800 രൂപ വിറ്റു. സോ ബാലൻസ് 200 സ്റ്റോക്ക് എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ കയ്യിലല്ല, ആരുടെ കയ്യിലുണ്ട്? ഡിപ്പാർട്ട്മെൻറ്റ് ബീൻ്റെ കയ്യിലുണ്ട്, റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലുണ്ട്. ഓക്കെ. സോ ഇതിനെ എനിക്ക് ഇങ്ങനെ വിളിച്ചൂടെ? അൺസോൾഡ് ഗുഡ്സ് എന്ന് വിളിക്കാമല്ലോ. വിൽക്കാണ്ട് ബാക്കിയുള്ള ഗുഡ്സ് വിളിച്ചൂടെ? വിളിക്കാം. അൺസോൾഡ് ഗുഡ്സ് വിത്ത് ആരുടെ അടുത്താണ് അൺസോൾഡ് ഗുഡ്സ് ഉള്ള? റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ്. ഈ ഗുഡ്സ് ആര് സെൻഡ് ചെയ്തതാടോ? ട്രാൻസ്ഫർ ചെയ്താ. ട്രാൻസ്ഫേർഡ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ് എ. അതായത് സെൻഡിങ് ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്ത ഗുഡ്സിൽ 200 രൂപയുടെ അൺസോൾഡ് ഗുഡ്സ് റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലുണ്ട്. റിപ്പീറ്റിംഗ്, അൺസോൾഡ് ഗുഡ്സ് ആരുടെ കയ്യിലാണ് ഉള്ളത്? റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ. ആരയച്ചത്? നമ്മുടെ സെൻഡിങ് ഡിപ്പാർട്ട്മെൻറ്റ് അയച്ചത്. ഓക്കെ, അപ്പോൾ 200 രൂപയുടെ സ്റ്റോക്ക് ബാക്കിയുണ്ട്. ഇനി ഞാനൊരു പേരും വിളിച്ചു, അൺസോൾഡ് ഗുഡ്സ്. ഇനി ഞാൻ പിന്നെ ഒരു പേര് വിളിക്കും, പേര് ഞാൻ മാറ്റും. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ അതിന് അൺസോൾഡ് ഗുഡ്സ് എന്ന് വിളിക്കും. ഞാൻ വിളിച്ചോ, നിങ്ങളും അങ്ങനെ തന്നെ തൽക്കാലം വിളിച്ചോ കേട്ടോ. സോ 200 റുപ്പീസിൻ്റെ സ്റ്റോക്ക്. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇവിടെ 200 രൂപേൻ്റെ സ്റ്റോക്ക് ബാക്കിയുണ്ടല്ലോ, ഇതിനകത്തും ഒരു പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് ഇല്ലേ? ബിക്കോസ് ഇവിടെ ഓൾറെഡി പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് ആഡ് ചെയ്തിട്ട് അയാൾക്ക് കൊടുത്തു. അപ്പം ബാക്കിയുള്ള നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള സാധനത്തിനകത്തും നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റ് ബീൻ്റെ പ്രോഫിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് ഇതിനകത്തുണ്ടല്ലോ, ഉണ്ട്. ബിക്കോസ് ഗുഡ്സ് സെൻഡ് ചെയ്തിരിക്കുന്നത് ഇൻവോയ്സ് പ്രൈസിനാണ്. സോ ബാക്കി വരുന്ന അൺസോൾഡ് ഗുഡ്സിനകത്തും റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തുള്ള അൺസോൾഡ് ഗുഡ്സിനകത്ത് ഒരു പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ്. ആരുടെ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ്? എൻ്റെ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് ഇതിനകത്തുണ്ട്. ഇതിന് ഞാനൊരു പേര് വിളിക്കുന്നതാണ് സ്റ്റോക്ക് റിസർവ്.
ഓക്കെ. അൺസോൾഡ് ഗുഡ്സിൻ്റെ അകത്തുള്ള പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ്. ആരുടെ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ്? സെൻഡിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ്. ക്ലിയർ ആണല്ലോ? ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി ട്രീറ്റ്മെൻറ്റ് കണ്ടോ. ട്രീറ്റ്മെൻറ്റ്, ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഇത് തരൂല, ഈ സ്റ്റോക്ക് റിസർവും തരൂല. ഓക്കെ, നിങ്ങളോട് പറയും ഇൻറ്റു ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ അറ്റ് ഇൻവോയ്സ് പ്രൈസ് ₹1000 റുപ്പീസിൻ്റെ ഇൻവോയ്സ് പ്രൈസിന് ഡിപ്പാർട്ട്മെൻറ്റ് ബിക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് മാത്രമേ പറയൂ. ഇത് നിങ്ങൾ കണ്ടുപിടിക്കണം എത്ര അൺസോൾഡ് ഉണ്ടെന്ന്. 200 എന്ന് പറഞ്ഞാൽ എന്താ? എത്ര അൺസോൾഡ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. സോ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് അൺസോൾഡ് ഗുഡ്സ് എത്രയുണ്ട്. അൺസോൾഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ മനസ്സിൽ ക്ലിയർ ആയിട്ട് സ്ട്രൈക്ക് ചെയ്യണം. അൺസോൾഡ് ഗുഡ്സ് ആരുടെ കയ്യിലാടാ ഇപ്പോൾ ഉള്ളത്? റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ്. ആരാടാ ഇത് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്? സെൻഡിങ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ. അതേപോലെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും സ്റ്റോക്ക് റിസർവ്. വാട്ട് ഈസ് സ്റ്റോക്ക് റിസർവ്? അൺസോൾഡ് ഗുഡ്സിനകത്തുള്ള പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ്. സോ ഈ രണ്ടെണ്ണം നിങ്ങൾ കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കലാണ് കുട്ടികൾക്കുള്ള പ്രശ്നം. ഓക്കെ, കണ്ടുപിടിക്കാമല്ലോ. അതിനേക്കാളും മുന്നേ ഐ വിൽ ടെൽ യു ദ ട്രീറ്റ്മെൻറ്റ്. ഡിപ്പാർട്ട്മെൻറ്റൽ ട്രേഡിംഗ് അക്കൗണ്ട് നിങ്ങൾ വരഞ്ഞോളൂ. നിങ്ങൾക്കതറിയാം. 2 പ്രോബ്ലം 3 പ്രോബ്ലം ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതുപോലെയല്ല നിങ്ങൾ എങ്ങനെയെങ്കിലും വരഞ്ഞോ, അതൊന്നും എനിക്ക് വിഷയമല്ല. ഐ ആം ഗോയിങ് ടു ടെൽ യു വേർ ടു പുട്ട് സ്റ്റോക്ക് റിസർവ്. ഈ സ്റ്റോക്ക് റിസർവ് കണ്ടുപിടിക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിന് എവിടെ എഴുതണം എന്ന് അറിയോടോ? ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പറയാനറിയാം. കാരണം ഒരു കണക്കിൽ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായി. അത് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ജനറൽ P&L അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടായി. ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയില്ലാത്തവർ ആ പ്രോബ്ലം ഒന്നും കൂടെ നോക്കുക. അപ്പോൾ സ്റ്റോക്ക് റിസർവിന് എവിടെ എഴുതണം എന്നറിയോടോ? അതെവിടെ? സ്റ്റോക്ക് റിസർവ്. അതായത് പ്രോഫിറ്റ് നിന്ന് ഈ സ്റ്റോക്ക് റിസർവിനെ നമ്മൾ മാറ്റുന്നു. ഓക്കെ, സ്റ്റോക്ക് റിസർവിന് അത്രയും പ്രോഫിറ്റ് കുറയുമല്ലോ. ബിക്കോസ് ഓൾറെഡി പ്രോഫിറ്റിന് ആഡഡ് ആണ് ഇടുക. സോ ആ പ്രോഫിറ്റിന് നമ്മൾ മാറ്റി സ്റ്റോക്ക് റിസർവിലോട്ട് ഇടുന്നു. സ്റ്റോക്ക് റിസർവ് കണ്ടുപിടിക്കുന്നു, ഞാനിവിടെ എഴുതുന്നു. എന്നിട്ട് ഞാനിത് ബാലൻസ് ചെയ്യുന്നു. എനിക്ക് നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ എന്ന് ഞാൻ കണ്ടുപിടിക്കും. ഇതാണ് ഞാൻ അടുത്ത കണക്കുകളിൽ ചെയ്യാം. ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ ഇൻവോയ്സ് പ്രൈസിൽ വന്നാൽ നിങ്ങൾ 2 ഐറ്റംസ് കണ്ടുപിടിക്കണം. അൺസോൾഡ് ഗുഡ്സും സ്റ്റോക്ക് റിസർവും. സ്റ്റോക്ക് റിസർവ് നമ്മൾ എവിടെ എഴുതും? ജനറൽ P&L അക്കൗണ്ടിൽ ഡെബിറ്റിൽ എഴുതണം. സ്റ്റോക്ക് റിസർവ് എന്താണെന്നൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇറ്റ് ഇസ് എ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഇൻ ദി അൺസോൾഡ് ഗുഡ്സ്. ഓക്കെ, നൗ അപ്പോൾ പിന്നെ എന്തിനാ ടീച്ചർ ഇതിവിടെ എഴുതിയത്? അപ്പോൾ ഇതിൻ്റെ ആവശ്യം എന്താ? സംശയമില്ല നിങ്ങൾക്ക്? സ്റ്റോക്ക് റിസർവ് ഓക്കെ ഇവിടെ എഴുതും. അപ്പോൾ ഞാൻ ഇത് എവിടെ എഴുതും? എവിടെ എഴുതണ്ട. യു നോ വൈ വി ആർ calculating unsold goods? You know, to find stock reserve. സ്റ്റോക്ക് റിസർവ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഏതറിയണം? അൺസോൾഡ് ഗുഡ്സ് അറിയണം. അത് നിങ്ങൾക്ക് ഇത് ഇപ്പം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് 2 കണ്ടുപിടിക്കണം. സ്റ്റോക്ക് റിസർവ് കൊണ്ടുപോയി ഇവിടെ എഴുതണം. ഇനി ശ്രദ്ധിച്ചോളെ. അപ്പം 200 രൂപ കണ്ടുപിടിക്കണം. ഞാനിവിടെ ക്വസ്റ്റ്യൻ മാർക്കിട്ട് സ്റ്റോക്ക് റിസർവ് കണ്ടുപിടിക്കണം. ഓക്കെ, നോക്കിക്കോളെ. അപ്പോൾ ഞാൻ ആദ്യം അൺസോൾഡ് ഗുഡ്സ്. അൺസോൾഡ് എന്ന് മാത്രം എഴുതുന്ന ആരയച്ചതെന്നൊക്കെ നിങ്ങൾക്കറിയാം. അൺസോൾഡ് ഗുഡ്സ് കണ്ടുപിടിക്കാൻ നമ്മളെ ടെക്സ്റ്റ് ബുക്ക് എഴുതിയ ആൾക്കാരുണ്ടല്ലോ, ഗംഭീരമായ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഡോണ്ട് വറി, ഞാനിപ്പോൾ അതൊന്നും ഇവാലുവേറ്റ് ചെയ്യില്ല. കണക്ക് ചെയ്യുമ്പോൾ ഞാനിത് പറയും. സോ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റുള്ള സ്റ്റോക്ക് കണ്ടുപിടിക്കണം. അതായത് എൻ്റെ ഈ കണക്കിൽ 200 രൂപ കണ്ടുപിടിക്കാൻ ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, അൺസോൾഡ് ഗുഡ്സ് ആരുടെ കയ്യിലാണോ ഉള്ള? റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ. സോ നമ്മൾ ഇവിടെ എടുക്കുന്ന ഇക്വേഷനിലെ കംപ്ലീറ്റ് ഐറ്റവും റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എടുക്കണം. ബിക്കോസ് നമ്മൾക്കറിയാം ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ടിൽ ഡിപ്പാർട്ട്മെൻറ്റ് എയും ബിയും ഉണ്ട്. അപ്പോൾ ഇവിടെ ക്ലോസിങ് സ്റ്റോക്ക് എന്നൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് സംശയമാണ്, സെൻഡിങ്ങിൽ എടുക്കണോ റിസീവിങ്ങിൽ എടുക്കണോ. സോ
മേക്ക് ഇറ്റ് ക്ലിയർ അൺസോൾഡ് ഗുഡ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് ആരെ കയ്യിലാണ് ഉള്ളത്, റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ്. സോ എൻട്രിയിലും ഇക്വേഷനിലും ഇറ്റ് ഈസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ ടു ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ ആണ് പറയാം. പർച്ചേസ് ഓഫ് ഗുഡ്സ് ഓഫ് ആരുടെ പർച്ചേസ്, റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പർച്ചേസ്. സോ മേക്ക് ഇറ്റ് ക്ലിയർ വൈൽ വി ആർ കാൽക്കുലേറ്റിംഗ് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോക്ക് നമ്മൾ എടുക്കുന്ന കംപ്ലീറ്റ് ഇക്വേഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്, റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ്. ബിക്കോസ് അൺസോൾഡ് ഗുഡ്സ് ആരുടെ കയ്യിലുള്ള ഉള്ള റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ്. സോ ഇക്വേഷൻ അവിടെ ഉണ്ട്, നമുക്ക് കണക്ക് എടുക്കുമ്പോൾ നോക്കാം. അങ്ങനെ എനിക്ക് അൺസോൾഡ് ഗുഡ്സ് കിട്ടി. എങ്ങനെ കിട്ടി, ഈ ഇക്വേഷനിലോട്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം എനിക്ക് അൺസോൾഡ് ഗുഡ്സ് കിട്ടി, അതായത് 200 രൂപയാണ് കിട്ടി. ഇനി എൻ്റെ അടുത്ത സ്റ്റെപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്ത് കണ്ടുപിടിക്കണം, സ്റ്റോക്ക് റിസർവ്. എങ്ങനെ കണ്ടുപിടിക്കുന്നു അറിയോടോ, അൺസോൾഡ് ഗുഡ്സ്. ഈ അൺസോൾഡ് ഗുഡ്സിനെ ഞാനൊരു പേര് വിളിക്കുവാണ്, പറയാൻ വിട്ടുപോയി, ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ പേര് മാറ്റും. ഇനി നമ്മൾ ഇവിടെ ഈ കോൺടെസ്റ്റിൽ ഇതിനെ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോക്ക് എന്ന് പറയും. ഇവിടെ നിങ്ങൾക്ക് ഇക്വേഷനിലും കാണാം ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോക്ക് എന്ന് എഴുതുക. ദാറ്റ് ഈസ് അൺസോൾഡ് ഗുഡ്സ് വിത്ത് റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ് വിച്ച് ഇസ് സെൻഡ് ബൈ ദ സെൻഡിങ് ഡിപ്പാർട്ട്മെൻറ്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പം നമ്മൾ സ്റ്റോക്ക് റിസർവ് കണ്ടുപിടിക്കാൻ അൺസോൾഡ് എന്ന് ഞാനിവിടെ എഴുതുന്നില്ല, നമ്മൾ അതിൻ്റെ പേര് മാറ്റിയില്ല. എന്താണ് പേരിട്ട്, ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോക്ക് ഇൻടു പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ്. പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് ഈ 200-ൽ ആരുടെ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജാണ് ഉള്ളത്, സെൻഡിങ്ങിൻ്റെയോ റിസീവിങ്ങിൻ്റെയോ, സെൻഡിങ്ങിൻ്റെ. സി, ഈ 200-ൽ ആരുടെ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജാണ് ഉള്ളത്, ഞാൻ സ്ട്രെസ് ചെയ്ത് പറഞ്ഞില്ലേ, ആരുടെ, സെൻഡിങ്ങിൻ്റെ. ബിക്കോസ് സെൻഡിങ്ങിൽ ആഡ് ചെയ്യുന്നത്. സോ ഇവിടെ സ്റ്റോക്ക് റിസർവ് കാണുമ്പം ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോക്ക് ഇൻ ടു ഗ്രോസ് പ്രോഫിറ്റ്, GP, ഗ്രോസ് പ്രോഫിറ്റ് ഓഫ് സെൻഡിങ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഗിവിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നും കൂടെ വിളിക്കും, കൊടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്. സോ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആരുടേതാണ് എടുക്കേണ്ടത്, ആരുടേതാ. ഫോർ എക്സാമ്പിൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ 10% ആണെങ്കിൽ നമ്മുടെ ആൻസർ എങ്ങനെ വരും, 200 ഏതാ, ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോക്ക് ഇൻ ടു 10% ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഓഫ് സെൻഡിങ് ഡിപ്പാർട്ട്മെൻറ്റ്, സെൻഡിങ്ങിൻ്റെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഓക്കെ, ഇൻ ടു 10%, നമ്മുടെ ആൻസർ 20 കിട്ടും. അപ്പോൾ സ്റ്റോക്ക് റിസർവ് എത്ര കിട്ടി, 20. ഈ സ്റ്റോക്ക് റിസർവിനെ നമ്മൾ എവിടെ എഴുതും, ഇവിടെ എഴുതും. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ഇക്വേഷനാണ് പഠിക്കേണ്ടത്, അത് നമുക്ക് പ്രോബ്ലത്തിലൂടെ പഠിക്കാം. സംഭവം ഓക്കെയാന്ന് വിചാരിക്കുന്നു. ഇത് രണ്ടും നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. ഇത് കണ്ടുപിടിക്കാൻ ഇറ്റ്സ് ഓൾറെഡി ഇക്വേഷൻ ഇസ് ദർ, ക്ലോസിംഗ് സ്റ്റോക്ക് ഇൻറ്റു ട്രാൻസ്ഫർ ഡിവൈഡഡ് ബൈ പർച്ചേസ് പ്ലസ് ട്രാൻസ്ഫർ. നമുക്ക് നോക്കാം, അത് കണ്ടുപിടിച്ചാൽ വി വിൽ ഗെറ്റ് അൺസോൾഡ് ഗുഡ്സ്. പിന്നെ നമ്മൾ സ്റ്റോക്ക് റിസർവ്, അതിൻ്റെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഓഫ് സെൻഡിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഇട്ട് റിമൂവ് ചെയ്യുന്നു. ഇനി ചില കണക്കിൽ ഈ 10% വിൽ നോട്ട് ബി ഗിവൺ, അത് കണ്ടുപിടിക്കാനും ഒരു ഇക്വേഷൻ ഉണ്ട്. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരും. ബിക്കോസ് ഇക്വേഷൻ ആദ്യം തന്നെ പറയുമ്പോൾ പ്രോബ്ലത്തിലൂടെ പറയുമ്പോൾ അത് വിൽ ബി ഈസി. സോ ഐ തിങ്ക് നൗ ദ കോൺസെപ്റ്റ് ഇസ് ക്വയറ്റ് ക്ലിയർ ഫോർ യു, റൈറ്റ്? സോ എന്താ പഠിച്ചുകൊണ്ടിരുന്നത്, ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ, ഇൻവോയ്സ് പ്രൈസ്. നൗ വിൽ ചെക്ക് വൺ ക്വസ്റ്റ്യൻ. ദിസ് ഇസ് എനിക്ക് MG യൂണിവേഴ്സിറ്റീൻ്റെ ഒരു സാധനം എൻ്റെ കയ്യിലില്ല. എൻ്റെ അടുത്ത് ആരോ ടെക്സ്റ്റ് ബുക്ക് ഇടാവോ എന്നൊക്കെ ചോദിച്ചു, എൻ്റെ കയ്യിലില്ല. ഞാൻ വേറൊരു കോളേജിൽ ക്ലാസ് എടുക്കുമ്പം ആക്ച്വലി ആദ്യം ഞാൻ പബ്ലിക്കായിട്ട് എന്താ പറയുക, ബൈ മിസ്റ്റേക്ക്ലിയാണ് പബ്ലിക്കായിട്ട് അപ്ലോഡ് ആയിപ്പോയത്. പിന്നെ ഒരു കുട്ടി വിളിച്ചപ്പം പിന്നെ ഞാനത് അൺലിസ്റ്റഡ് ആക്കാൻ പോയില്ല. അങ്ങനെയാണ് ഇത് പബ്ലിക്കായത്. കാരണം എനിക്കങ്ങനെ കോളേജിൽ ക്ലാസ് എടുക്കുന്നതല്ലേ, സോ ഞാൻ ആദ്യം അങ്ങനെ വിചാരിച്ചതല്ല. ഇപ്പോൾ എനിവേ ഐ എം എൻജോയിങ് ഇറ്റ്. ഓക്കെ, ലെറ്റ്സ് സീ. A company has two department A and B. Department A sells goods to Department B. ഇപ്പോൾ തന്നെ മനസ്സിലായിക്കോ ആരാ സെൻഡിങ്, A. Department B is the receiving. At normal market price. നോർമൽ എന്ന് കേട്ടാൽ നമ്മൾ വിചാരിക്കും കോസ്റ്റ് പ്രൈസ് ആണ്. അല്ല, മാർക്കറ്റ് പ്രൈസ് മീൻസ് ഇൻവോയ്സ് പ്രൈസ്. ഓക്കെ. From the following particulars prepare the departmental trading and profit. Okay, anyway, opening stock is here 1500. ആർക്ക്, ഡിപ്പാർട്ട്മെൻറ്റ് എക്ക്. സി, ഡിപ്പാർട്ട്മെൻറ്റ് എക്കേ ഉള്ളൂ, അതിൽ മാത്രം എഴുതിയാൽ മതി, അത്ര തന്നെ.
പിന്നെയോ പർച്ചേസ് രണ്ടാക്കും ഉണ്ട്. പർച്ചേസ് എവിടെ എഴുതേണ്ട? ഇതാ ഇവിടെ രണ്ടുപേർക്കും ഉണ്ട്. ക്വസ്റ്റ്യൻ ആൻസറും കാണുന്ന എഴുതി. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം ഗുഡ്സ് ഫ്രം ഡിപ്പാർട്ട്മെൻറ്റ് എ. ഗുഡ്സ് ഫ്രം ഡിപ്പാർട്ട്മെൻറ്റ് എ, അതായത് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫറാണ് പറയുന്നത്. അപ്പം ഫ്രം എ സെൻഡ് ചെയ്തു. എ എത്ര സെൻഡ് ചെയ്തു? 40,000. ഇപ്പോൾ തന്നെ പറഞ്ഞു എന്തായിരുന്നു എൻട്രി? റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ടു സെൻഡിങ്. ഹൂ ഇസ് ദ റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്? ബി. സോ എൻട്രി ബൈ ബി ടു എ. അപ്പോൾ ഇവിടെ ബൈ ബി എന്ന് എഴുതിനിതാ ബൈ ബി. എൻ്റെ കോളത്തിൽ 40 ടു എ, ബീൻ്റെ കോളത്തിൽ 40 ആസ് യൂഷ്വൽ സെയിം. ദെൻ വേജസ് രണ്ടുപേർക്കും ഉണ്ട്. നമുക്ക് നോക്കാമല്ലോ, രണ്ടുപേർക്കും കൊടുത്തിനോ? യാ, രണ്ടുപേർക്കും കൊടുത്തിന്. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. സാലറി 7,000, 5,000. ദാറ്റ് ഓൾസോ ഇസ് ഗിവൺ. സി 7,000, 5,000. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് രണ്ടുപേരെയും തന്നിന്, അതും അവിടെ കാണിച്ചിട്ടുണ്ടാവും എന്നല്ല, കാണിച്ചിട്ടുണ്ട്. യെസ്, ഓക്കെ. ദെൻ സെയിൽസ്, സി യു ക്യാൻ സീ ഇറ്റ് ഹിയർ. ദെൻ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, അതും കാണിച്ചിട്ടുണ്ട്. സി, ഓക്കെ. ദെൻ മെഷീനറി ബാലൻസ് ഷീറ്റ് ഐറ്റം ആണ്. പിന്നെ ഡിപ്രിസിയേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിപ്രിസിയേഷൻ കണ്ടിട്ട് നമ്മൾ P&L അക്കൗണ്ടിൽ എഴുതും. അത് നമുക്കറിയില്ലല്ലോ, ക്വസ്റ്റ്യൻ ഫുൾ വായിച്ചാലേ പറയാൻ പറ്റൂ. ഡിസ് അഡ്വർടൈസ്മെൻറ്റ് ഡിസ് അപ്പോർഷൻ ചെയ്യാണ്ട തന്നത്. സി ഡിപ്പാർട്ട്മെൻറ്റ് എ ബി തന്നില്ല, ടോട്ടലാണ് തന്നത്. സോ അത് അപ്പോർഷൻ ചെയ്യണം. സാലറി ദാറ്റ് ഓൾസോ യു ഹാവ് ടു അപ്പോർഷൻ ഇറ്റ്. ഡിപ്രിസിയേഷൻ 10%. സി മെഷീനറി, ആർക്കാടാ മെഷീനറി ഉള്ളത്? നോക്കിയേ, ബിക്ക്. അപ്പോൾ ഡിപ്രിസിയേഷനോ ആർക്കേ ഉള്ളൂ? ബിക്ക്. എത്ര? 10%. 15,000ൻ്റെ 10%. ഹൗ മച്ച്? ഇതാ, അയ്യോ കാണുന്നില്ലേ? ഇതാ കണ്ടല്ലോ. ഓക്കെ, ആൻഡ് ഹിയർ കംസ് നെക്സ്റ്റ് പോയിന്റ്. ദ ജനറൽ അൺഅലോക്കേറ്റഡ് എക്സ്പെൻസ്. അൺഅലോക്കേറ്റ് ചെയ്യാത്ത എക്സ്പെൻസ് അതേതല്ലാടോ? അഡ്വർടൈസ്മെൻറ്റ്, സാലറി അലോക്കേറ്റ് ചെയ്തിട്ടില്ല. ആർ ടു ബി അപ്പോർഷൻ ഇൻ ദ റേഷ്യോ ഓഫ് 2:1. ഇവിടെ തന്നിട്ടുണ്ട്. ഇത് രണ്ടും ഏത് റേഷ്യോയിൽ അപ്പോർഷൻ ചെയ്യണം? 2:1. ദാ 2:1 ഇതും കൊടുത്തിട്ടുണ്ട്, 2:1 സാലറിയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നൗ അത്രയേ പറയുന്നുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടുമില്ല. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നിർത്തി പോവില്ല. നമുക്കിത് കണ്ടപ്പോൾ ഇനി വേറെ പ്രശ്നമൊന്നും തോന്നില്ല, നമ്മൾ ഓൾറെഡി സെറ്റായില്ലേ. ബട്ട് ഹിയർ ദ പോയിന്റ് സ്ട്രൈക്കിംഗ് വേർഡ് ഇസ് ഇൻവോയ്സ് പ്രൈസ്. ഒന്നും പറഞ്ഞിട്ടില്ല, എത്ര പെർസെൻറ്റേജിനാണ് സെൻഡ് ചെയ്തതെന്നോ കാര്യങ്ങളും ഒന്നും പറഞ്ഞില്ല. ചില ക്വസ്റ്റ്യനിൽ അതൊക്കെ തരും കേട്ടോ, ബട്ട് ഇതിൽ നമ്മളോടൊന്നും പറഞ്ഞില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇൻവോയ്സ് പ്രൈസാണെന്ന് അറിഞ്ഞ ഉടനെ തന്നെ നമുക്ക് പറയാം. എന്തൊക്കെ കണ്ടുപിടിക്കണം? അൺസോൾഡ് ഗുഡ്സ് വിത്ത് ആരാടയുടെ റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്? ഡിപ്പാർട്ട്മെൻറ്റ് ബി. ഇതിനെ ഞാനൊരു പേര് വിളിച്ചല്ലോ, ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോക്ക്. ആരെടുത്താടെ ഉള്ള? ബിയുടെ. ഇനി ഞാൻ എന്ത് കണ്ടുപിടിക്കണം? സ്റ്റോക്ക് റിസർവ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം? സ്റ്റോക്ക് റിസർവ് കണ്ടുപിടിച്ചിട്ട് ജനറൽ P&L അക്കൗണ്ട് വരച്ചിട്ട് ഈ ഡെബിറ്റിൽ എനിക്കിത് എഴുതാൻ വേണം. അപ്പം ഞാൻ ഇനി എന്ത് തുടങ്ങുന്നു? അൺസോൾഡ് ഗുഡ്സ് കണ്ടുപിടിക്കാൻ തുടങ്ങുന്നു. അതിൻ്റെ പേര് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോക്ക്. ഇക്വേഷൻ ഇപ്പം ഞാനിവിടെ എഴുതാൻ പോവാണേ, ശ്രദ്ധിച്ചോ. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ബിക്കോസ് ഇത് ആരുടെ കയ്യിലാണ് ഉള്ളത്? ബീൻ്റെ കയ്യിൽ, പ്ലസ് ട്രാൻസ്ഫർ ഡിവൈഡഡ് ബൈ പർച്ചേസ് പ്ലസ് ട്രാൻസ്ഫർ. സി, ഇപ്പം നിങ്ങൾ നോക്കാം. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, സോറിയാ ഇവിടെ ഞാൻ നല്ല ആളാണ്. സി ഇൻറ്റു ആണേ, ഇൻറ്റു ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ഡിവൈഡഡ് ബൈ ശ്രദ്ധിച്ചോ, ഞാനവിടെ എഴുതി, ഞാനവിടെ മനഃപൂർവ്വമാണ് അവിടെ ഇൻറ്റും പ്ലസ് ഒക്കെ എഴുതുന്നത്. ബിക്കോസ് ഐ വാണ്ട് ടു മേക്ക് യു ക്ലിയർ ദാറ്റ് ആദ്യത്തത് ഇൻറ്റുവും രണ്ടാമത്തത് പ്ലസ്സും ആണ്. സി, ഇറ്റ് ഈസ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഹിയർ ഇറ്റ് ഈസ് അഡീഷൻ. കുട്ടികൾ സ്വതവേ എപ്പോഴും എക്സാമിന് ഡൗട്ടും ഇവിടെ ഇൻറ്റു ഇട്ടാൽ പിന്നെ ഒരു സംശയമാണ് ഇവിടെ എന്താണെന്നുള്ളത്. ഓക്കെ, സോ മുകളിൽ ഇൻറ്റു ആണ്, താഴെ പ്ലസ് ആണ്. ഓക്കെ, സി ശ്രദ്ധിക്കണേ ഏടാ, തെറ്റിപ്പോരുത്. പർച്ചേസ് ഓഫ് ഗുഡ്സ് പ്ലസ് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം ഞാൻ
എടുത്ത് നോക്കി. ഇത് ബി ആണ്. റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ് ആരാ? ബി. സോ ക്ലോസിങ് സ്റ്റോക്ക് എത്രയാ? 20,000. ഇതാ ക്വസ്റ്റ്യനിൽ നോക്കിക്കോ, ഇതാ 20,000 കണ്ട. ക്ലോസിങ് സ്റ്റോക്ക് 20,000. അപ്പം ഞാൻ അവിടെ 20,000 പ്ലസ് ആണോ ഇൻറ്റു ആണോ? ഇൻറ്റു ട്രാൻസ്ഫർ എത്രയാണ്? ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ 40,000. ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ എത്രയാടാ? 40,000 ഇൻറ്റു 40,000 ഡിവൈഡഡ് ബൈ പർച്ചേസ്. ആരുടെ പർച്ചേസ്? രണ്ടാളെ പർച്ചേസ് ഉണ്ട് ഇവിടെ, എക്കും ഉണ്ട് ബിക്കും ഉണ്ട്. നിങ്ങൾ ആരുടെ എടുക്കണം? ബീൻ്റെത് എടുക്കണം. നമുക്ക് റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ് വേണ്ടത്. സോ പർച്ചേസ് ഇൻറ്റു അല്ല പ്ലസ് ആര്? ട്രാൻസ്ഫർ. അഗെയിൻ ട്രാൻസ്ഫർ, ഇതേ സാധനം തന്നെ. നമ്മൾ ട്രാൻസ്ഫർ ഇല്ലേ, ഈ ട്രാൻസ്ഫർ ഓഫ് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ 40,000. ഇത് ചെയ്ത് കഴിഞ്ഞാൽ we will get 10,000. വാട്ട് ഇസ് 10,000? എന്താണോ ഈ 10,000? 10,000 എന്ന് പറഞ്ഞാൽ 10,000 ഇസ് ദി ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോക്ക്. ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോക്ക് നമുക്ക് കിട്ടി. നമുക്ക് നേരത്തെ 200 ഇല്ലേ, അതുപോലെ ഇവിടെ എന്ത് കിട്ടി? 10,000 കിട്ടി. ഇനി എന്ത് ചെയ്യണം? സ്റ്റോക്ക് റിസർവ് കണ്ടുപിടിക്കണം. സ്റ്റോക്ക് റിസർവ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണോ? ഇത് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോക്ക്. ഞാൻ ഷോർട്ട് എഴുതിയതാണ്. നിങ്ങൾ അങ്ങനെ എഴുതാൻ പാടില്ല. ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോക്ക് ഇൻറ്റു ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ആരുടെ? സെൻഡിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. സി ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ്, സോറി എവിടെ? ഇതാ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ആണ് സ്റ്റോക്ക് റിസർവ്. അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്, അതിനൊരു പേരും കൂടി ഉണ്ട്, ഞാനിപ്പോൾ പറയും. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. സ്റ്റോക്ക് റിസർവ് ഇസ് ഈക്വൽ ടു ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോക്ക് ഓഫ് റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിച്ചു ഇൻറ്റു ഗ്രോസ് പ്രോഫിറ്റ് ഓഫ് സെൻഡിങ് ഡിപ്പാർട്ട്മെൻറ്റ്. സെൻഡിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ്. ഇപ്പോഴാണ് അടുത്ത പ്രശ്നം. എന്തെനിക്ക് അറിഞ്ഞൂടാ? ഇത് കിട്ടി 10,000, പക്ഷേ ഇതെനിക്ക് അറിഞ്ഞൂടാ. അറിയോ? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നല്ല? സിമ്പിൾ. ഗ്രോസ് പ്രോഫിറ്റ്. ആരുടെ ഗ്രോസ്? ഇത് ആരുടെ റേഷ്യോടെ വേണ്ട? സെൻഡിങ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ആരുടെ ആയിരിക്കും ഗ്രോസ് പ്രോഫിറ്റ്? സെൻഡിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗ്രോസ് പ്രോഫിറ്റ്. ഇവിടെയാണ് കുട്ടികൾക്ക് കൺഫ്യൂഷൻ, ഏതിൻ്റെ എടുക്കണം എന്നുള്ള പ്രശ്നം. ഇത് നമ്മൾക്കറിയാം. ഇതിൽ ആരുടെ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജാണ് ഉള്ളത്? സെൻഡ് ചെയ്ത ആൾ. അപ്പം ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആരുടേതായിരിക്കണം? സെൻഡിങ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ എന്താ കണ്ടുപിടിക്കാൻ ട്രൈ ചെയ്യുന്ന? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ആരുടെ? സെൻഡിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇക്വേഷൻ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് പ്ലസ് ട്രാൻസ്ഫർ. ഓക്കെ, ആരുടേത്? ഇതെല്ലാം ആരുടേതാണ് എടുക്കേണ്ടത്? സെൻഡിങ് ഡിപ്പാർട്ട്മെൻറ്റ്. നോക്കാമല്ലോ നമുക്ക്. നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോക്ക് അക്കൗണ്ട് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ സെൻഡിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രോഫിറ്റ്, ദിസ് ഇസ് എൻ്റെ പ്രോഫിറ്റ്, ഗ്രോസ് പ്രോഫിറ്റ് ഇസ് 1 lakh. എൻ്റെ സെയിൽ ഇസ് 2,60,000. ട്രാൻസ്ഫർ 40. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനെ വരും? ഗ്രോസ് പ്രോഫിറ്റ് ഓഫ് 1 lakh എ ഡിപ്പാർട്ട്മെൻറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് 2,60,000 പ്ലസ് ട്രാൻസ്ഫർ 40. ഇതൊക്കെ ചെയ്താൽ നമുക്ക് 33.33% കിട്ടും. അടുത്തത് എന്താ നമ്മളെ സ്റ്റെപ്പ്? ഇത് കണ്ടുപിടിക്കില്ലേ? സ്റ്റോക്ക് റിസർവിൻ്റെ ഇക്വേഷൻ എന്താ? ഓക്കെ, സ്റ്റോക്ക് റിസർവ് ഈസ് ഈക്വൽ ടു inter departmental stock into gross profit ratio of sending department. So interdepartmental transfer we got 10,000. ഇതിൻ്റെ പെർസെൻറ്റേജ് 33% and you will get 333 സ്റ്റോക്ക് റിസർവ് കിട്ടി. അടുത്ത സ്റ്റെപ്പ് എന്താ? ഇതാ ചെയ്ത ജനറൽ P&L അക്കൗണ്ട് വരെയാ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഗ്രോസ് പ്രോഫിറ്റ് ഓൾറെഡി ഇവിടെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും. സ്റ്റോക്ക് റിസർവ് ഇവിടെ എഴുതുക, വീണ്ടും ബാലൻസ് ചെയ്യുക. യു വിൽ ഗെറ്റ് നെറ്റ് പ്രോഫിറ്റ്. ആൻഡ് സി നോട്ട് ദ പോയിന്റ്, സ്റ്റോക്ക് റിസർവിന് വേറൊരു പേരുണ്ട്, അതാണ് പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്. പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്നും കൂടെ അതിനെ വിളിക്കും.
ഓക്കെ. അപ്പോൾ ആദ്യത്തെ പാർട്ട് നമ്മൾ ഇതുവരെ ചെയ്ത പോലെ തന്നെ ഗ്രോസ് പ്രോഫിറ്റ് കണ്ട് ഇവിടെ കൊണ്ടുവന്ന് നെറ്റ് പ്രോഫിറ്റ് കണ്ട് ജനറൽ P&L അക്കൗണ്ട് കൊണ്ടുവന്ന് നമ്മൾ ഈ സ്റ്റോക്ക് റിസർവ് കൊണ്ട് പിടിച്ചു. സോ ദിസ് ഈസ് ദ തിങ്. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. പിന്നെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് ഉള്ളൊരു ചാപ്റ്ററാണ് ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട്സ്. ബട്ട് എനിക്ക് തോന്നുന്നു സ്വതവേ എക്സാമിന് ഈ ഒരു ലെവലായിരിക്കും ചോദിക്കാൻ. സോ ഈ ഒരു പ്രോബ്ലം നിങ്ങൾ നന്നായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളവിടെ കമൻറ്റ് സെക്ഷനിൽ എഴുതിക്കോളൂ. ഇനി എന്തെങ്കിലും പ്രോബ്ലം ആണ് എനിക്ക് അയച്ചു തരേണ്ടതെങ്കിൽ മെയിൽ ID അവിടെ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം. ഓക്കെ.